ജമ്മു കാശ്മീർ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാൻ. ഉധംപൂരിലും അഖ്നൂരിലും ഷെല്ലിംഗ് ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. 9 മണിക്ക് ശേഷം ഇപ്പോൾ പലയിടങ്ങളിലും ഷെല്ലിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഷെല്ലിംഗ് ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. ഉധംപൂരിലും ജമ്മുവിലും ശ്രീനഗറിലുമെല്ലാം ഷെല്ലിംഗ് ഉണ്ടായെന്ന് ഉള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഓക്കെ, നമുക്ക് അശ്വതി ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായിട്ട്. അശ്വിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുല്യ, ഇപ്പോൾ പറഞ്ഞതുപോലെ അതായത് വെടിനിർത്തൽ ധാരണ ഉണ്ടായി മണിക്കൂറുകൾക്കകം വീണ്ടും ഡ്രോണുകളും അതുപോലെ തന്നെ ഷെല്ലാക്രമണവും അതിർത്തി പ്രദേശങ്ങളിൽ ജമ്മു കാശ്മീർ മുതൽ രാജസ്ഥാൻ വരെയുള്ള മേഖലകളിൽ ഷെല്ലാക്രമണം അടക്കം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പല സ്ഥലങ്ങളിലും ബ്ലാക്ക് ഔട്ട് അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ള ഡ്രോണുകൾ ഇത്തരത്തിൽ അതിർത്തി ലംഘിച്ചു വന്ന ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒമർ അബ്ദുള്ള അടക്കം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇതുണ്ടായിട്ടുണ്ട്. കാരണം ഇത് വെടിനിർത്തൽ പ്രഖ്യാപനമല്ല, വെടിനിർത്തലല്ല എന്നടക്കമുള്ള രീതിയിൽ പോസ്റ്റുകളും അദ്ദേഹം ഇട്ടു. അതിന്റെ എയർ ഡിഫൻസ് സംവിധാനം പ്രവർത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ ശ്രീനഗറിലും ജമ്മുവിലും സ്ഫോടന ശബ്ദങ്ങൾ, ഒന്നിലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ANA അടക്കമുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏജൻസികൾ ഇത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനഗറിൽ ഒന്നിലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു. ജമ്മുവിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. വൻ സ്ഫോടനങ്ങളാണ് അല്ലെങ്കിൽ വൻ സ്ഫോടന ശബ്ദങ്ങളാണ് ഈ മേഖലകളിൽ നിന്നൊക്കെ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജമ്മു മേഖലയിൽ ഷെല്ലാക്രമണവും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മറുപടി നൽകാനാണ് BSFന് ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാൻ ഏതു തരത്തിൽ ആക്രമണം അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നു അതിന് തക്കതായ രീതിയിലുള്ള മറുപടി നൽകാൻ BSFന് നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബാരാമുള്ള, കച്ച്വ, ഉധംപൂർ അടക്കമുള്ള മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ട്. രാജസ്ഥാനിലെ ബാർമറിലും അതുപോലെ തന്നെ ജയ്സൽമേറിലും അടക്കം ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. പഞ്ചാബിലെ ഫിറോസ്പൂരിലും ഹോഷിയാർപൂരിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ലുധിയാനയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മുൻകരുതൽ എന്ന നിലയിൽ ലുധിയാനയിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ എയർ റെയ്ഡ് അലർട്ടിന്റെ പിന്നാലെയാണ് രാജസ്ഥാനിലെ ബാർമറിൽ ഇതുപോലെ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ പറയുന്ന രണ്ട് കാര്യമുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടായ പാകിസ്ഥാന്റെ പ്രകോപനത്തിൽ ഷെല്ലാക്രമണത്തിൽ അടക്കം ഉണ്ടായി. ഇന്ന് 2 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായിട്ടുണ്ട്. ഉധംപൂരിൽ ഇന്നുണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന സാർജന്റ് സുരേന്ദ്രകുമാറാണ് വീരമൃത്യു വരിച്ചവരിൽ ഒരാൾ. മറ്റൊരാൾ BSFന്റെ സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് ആണ്. ഈ രണ്ട് രാജ്പൂർ സെക്ടറിൽ ഉണ്ടായ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ വെടിവെപ്പിലാണ് മുഹമ്മദ് ഇംതിയാസ് വീരമൃത്യു വരിച്ചതെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായതാണ്. വൈകുന്നേരം ഉണ്ടായ ആക്രമണങ്ങളിലല്ല, ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന സൈനികരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. PTIയും ANAയും ഇത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം ഇതോടെ 23 ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ജമ്മു കാശ്മീരിലെ കത്ര, ഭവൻ, പഞ്ചാബിലെ ഫസിൽക്ക, ബർണാല, സംഗ്രൂർ എന്നിവിടങ്ങളിലും 11 മണി വരെ ബ്ലാക്ക് ഔട്ട് ഉണ്ട്. പഠാൻകോട്ടിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ഗുർദാസ്പൂരിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. ഭട്ടിണ്ടെങ്കിലും സൈറൻ മുഴക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. രാജസ്ഥാനിൽ തന്നെ ബലോത്രയിൽ ആളുകളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്, നിരത്തുകളിലേക്ക് ഇറങ്ങരുത്, തെരുവുകളിലേക്ക് ഇറങ്ങരുതെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട്. പഞ്ചാബിലെ മോഗയിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ലുധിയാനയിലും ബ്ലാക്ക് ഔട്ട് ഉണ്ട്. കച്ചിൽ ഡ്രോണുകൾ കണ്ടെത്തിയെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറ്റുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ അമൃത്സറിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പാകിസ്ഥാനി ഡ്രോണുകൾ ആർമിയുടെ ഹെഡ്ക്വാർട്ടർ ശ്രീനഗറിലെ ആർമിയുടെ ആസ്ഥാനത്തിന് സമീപം തകർത്തതായുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഹരാമി, നാല, ജഗ്വ, ഗന്ദർബാൽ എന്നിവിടങ്ങളിലും ഡ്രോണുകൾ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 ഡ്രോണുകളാണ് ഹരാമി, നാല, ജഗ്വ,
ജാഫ മേഖലയിൽ കണ്ടെത്തിയിട്ടുള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഖാർഡയിൽ 3 ഡ്രോണുകളും സ്പോട്ട് ചെയ്തതായി സൈന്യത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കച്ച് അടക്കമുള്ള മേഖലകളിലും ഇത്തരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് അതിർത്തി മേഖലകളായ കച്ചിന്റെ അതിർത്തി മേഖലകളിൽ 9 ഡ്രോണുകളാണ് കണ്ടതായി അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ തുടർന്ന് കച്ചിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുജ് അടക്കമുള്ള മേഖലകളിൽ അലർട്ട് സൈറൺ മുടക്കിയിട്ടുണ്ട്. സുരക്ഷാ സേനകളടക്കം അവിടെ ജാഗ്രത പാലിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗന്ദർബാലിലും ഇതുപോലെ നിരവധി ഡ്രോണുകൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊഖ്രാനിൽ 8 ഡ്രോണുകളാണ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് സംബന്ധിച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് ഇന്റൻസിഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലകളിലെല്ലാം സുരക്ഷാ വിന്യാസം വീണ്ടും ശക്തമാക്കിയിരിക്കുന്നു. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് പൊഖ്രാൻ അടക്കമുള്ള മേഖലകളിലും അതിർത്തി ഗ്രാമങ്ങളിലും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഡ്രോൺസ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ്, ശ്രീനഗറിലെ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം അല്ലെങ്കിൽ ആസ്ഥാനത്തിന് സമീപം പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ കണ്ടെത്തിയതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉധംപൂരിലും കത്വയിലും അടക്കം ബ്ലാക്ക് ഔട്ട് ഉണ്ട്. ബാരാമുള്ള, ഉധംപൂർ, കത്വ എന്നിവിടങ്ങളിൽ വെടിവെപ്പിന്റെ ഒച്ചകളും ഒക്കെ കേട്ടതായി അവിടെ നിന്നുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തതായി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ പുതിയ വിവരങ്ങൾ, അതായത് ഓരോ മിനിറ്റുകളിലും പുതിയ അപ്ഡേഷനുകളാണ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് പരിഭ്രാന്തരാകരുതെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി പറയുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ പരിഭ്രാന്തരാകേണ്ടതല്ല, സുരക്ഷിതമായി വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങരുത്. മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കച്ചടക്കമുള്ള മേഖല, അതായത് ഗുജറാത്തിലെ കച്ചിൽ വരെ ഈ പാകിസ്ഥാന്റെ നിന്നും ഡ്രോണുകൾ വന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 8-ാം തീയതിയും 9-ാം തീയതിയും ഒക്കെ ഉണ്ടായ പോലെ സമാനമായ രീതിയിലുള്ള പാകിസ്ഥാന്റെ ഒരു വലിയ ഡ്രോണുകളുടെ ഒരു സാന്നിധ്യമാണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ വ്യോമമേഖലയിൽ അതിർത്തിയോടും അന്താരാഷ്ട്ര അതിർത്തിയോടും നിയന്ത്രണ രേഖയ്ക്കും ഒക്കെ അപ്പുറം നിയന്ത്രണ രേഖയും ഒക്കെ മറികടന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകൾ വൻതോതിൽ വീണ്ടും ഇന്ത്യൻ വ്യോമമേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.